കാണാം എൻ്റെ തോട്ടം. കോഴഞ്ചേരി ചേന്നാട്ട് മാത്യുവിൻ്റെ തോട്ടം കാണാം. പ്രവാസ ജീവിതം കഴിഞ്ഞു വന്നുടനെ വിശ്രമ ജീവിതം ഒരു ആനന്ദകരമാക്കുക, പിന്നെ നല്ലൊരു ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് വീടും പരിസരത്തുമുള്ള എല്ലാവർക്കും നല്ല ആരോഗ്യം വരട്ടെ എന്നുള്ള രീതിയിലാണ് കൃഷികൾ തുടങ്ങിയത്. അത് വിഷം ചേർക്കാത്ത നല്ല പച്ചക്കറികൾ നമുക്ക് കൂട്ടാനും അത് പ്രകാരം നമുക്ക് ആരോഗ്യവും ഒരു പോസിറ്റീവ് എനർജിയും ഉണ്ടാകട്ടെ എന്നുള്ള രീതിയിലാണ് കൃഷി തുടങ്ങുന്നത്. തുടക്കത്തിൽ ഈ ലോക്ക്ഡൗൺ ടൈമിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സമയം കിട്ടുന്നതും ചെയ്യുന്നതും. അതിനുശേഷം പയറ്, കുക്കുംബർ എന്നുള്ള സാധനങ്ങൾ മാത്രമായിട്ട് ചെയ്തു. അതിനുശേഷം വീട്ടിലെ ആവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അതുമൂലം ഫ്രണ്ട്സിനും റിലേറ്റീവ്സ് അതുപോലുള്ള പരിചയക്കാർക്കും ഒക്കെ ഇങ്ങനെ പച്ചക്കറികൾ കൊടുക്കാനും അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനും സാധിക്കുന്നുണ്ട്. ഏകദേശം ഒരു 10-20 ഐറ്റത്തോളം കൃഷി ചെയ്തിട്ടുണ്ട്. പയറ്, കുറ്റിപ്പയറ്, നീളമുള്ള പയറ്, ചീര, വെണ്ട, വഴുതന, അമര ഉണ്ട്, മല്ലി, ക്യാപ്സിക്കം, ലെറ്റൂസ്, കാബേജ്, കോളിഫ്ലവർ തുടങ്ങിയ പച്ചക്കറികൾ ഉൾപ്പെടെ മിക്കവാറുമുള്ള എല്ലാ പച്ചക്കറികളും പരീക്ഷിച്ചിട്ടുണ്ട്. എല്ലാത്തിൽ നിന്നും ഒരുമാതിരി നല്ല വിളവും കിട്ടിയിട്ടുണ്ട്. ഞാൻ വീട് വെച്ചപ്പോൾ തന്നെ എൻ്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ടെറസിലൂടെ നല്ലൊരു കൃഷി തോട്ടം ഉണ്ടാക്കണമെന്നുള്ള. ഇതുകൊണ്ട് ആ ഒരു കൺസെപ്റ്റിലാണ് ഒരു സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങും അതിൻ്റെ ഒരു വിശാലമായ ടെറസും ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ആ രീതിയിലാണ് പ്ലാൻ ചെയ്തു. അതിൻ്റെ ഒരു ഇതിനു വേണ്ടിയാണ് ഈ 3 ലെയർ സ്റ്റാൻഡ് വെച്ച് ഏകദേശം 10-500ഓളം ഗ്രോ ബാഗ് ഈ ടെറസിൽ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. തികച്ചും ജൈവ രീതിയിൽ തന്നെയാണ് കൃഷി രീതി. പ്രോഫിറ്റ് മോട്ടീവായിട്ട് ഇതുവരെയും ചെയ്തിട്ടില്ല. ഇപ്പം ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കുക, നല്ല ഒരു ആരോഗ്യമുള്ള സമൂഹം ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. വിഷരഹിതമായ പച്ചക്കറികൾ ആൾക്കാർക്ക് കഴിക്കാൻ ലഭ്യമാക്കുക. ഇതുമൂലം എൻ്റെ ഈ കൃഷികൾ കൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സും എല്ലാവരും ഈ കൃഷിയിലോട്ട് ആകൃഷ്ടരായിട്ടുണ്ട്. പലരും ഒരു 10 തൈയാണേലും മേടിച്ച് വെക്കാനുള്ള നീക്കത്തിലാണ് എല്ലാവരും. ഈ കൃഷിയിൽ കൂടെ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജിയും നല്ലൊരു ആരോഗ്യവും ഉള്ള ഒരു ജീവിതശൈലിയിൽ കൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കും. അതുപോലെ തന്നെ നല്ലൊരു സമൂഹത്തെയും സൃഷ്ടിക്കാനൊക്കും. ഇന്നത്തെ തലമുറ മൊത്തം ക്യാൻസർ അതുപോലുള്ള മാരക അസുഖങ്ങൾക്കകത്തെല്ലാം അകപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല മാർഗമാണ് സ്വന്തമായി കൃഷി ചെയ്ത് ജൈവ കൃഷിയിൽ കൂടി പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ കഴിച്ചാൽ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനൊക്കും. ഇതുകൊണ്ട് തന്നെയാണ് ഈ പോസിറ്റീവ് എനർജിയും. ഇത് ഇന്ന് തന്നെയാണ് ഞാനും ഒരു കായിക താരമാണ്, നാഷണൽ ലെവലിലൊക്കെ കളിക്കുന്ന ഒരു ബാഡ്മിൻ്റൺ പ്ലെയറുമാണ്. ഈ ആരോഗ്യമെല്ലാം ഇതിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. അല്ലാതെ വിറ്റാമിൻസോ അല്ലെ സപ്ലിമെൻ്റ് ഒന്നും ഞാൻ കഴിക്കാറില്ല. ഈ പച്ചക്കറി ഇതെല്ലാം കഴിച്ച് തന്നെയാണ് എൻ്റെ ആരോഗ്യവും ഈ രീതിയിൽ കൊണ്ടുപോകാൻ എനിക്ക് പറ്റുന്നത്. മറ്റൊരു തോട്ടത്തിൻ്റെ മനോഹര കാഴ്ചയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.